മിനി 1. ഓക്കെ, ഐപാഡ് മിനിയിൽ മിനി 1 എന്ന് വന്നത് മിനി 1, 2, 3, 4, 5, 6. 6ന്റെ അപ്പുറം വന്നിട്ടില്ല. അപ്പൊ ഇത് മിനി 1 ആണ്. മിനി 1ല് 16 GB 32 64 128 മിനി 1ൽ വന്ന്. മിനി 2ലും സെയിം ആണ്. മിനി 1 കഴിഞ്ഞാൽ മിനി 2. മിനി 2ല് എന്തെന്ന് മാറ്റം എന്ന് പറഞ്ഞെങ്കിൽ ഒരു മാറ്റവും ഇല്ല. നിങ്ങളുടെ ബാക്കിൽ ഒരു മൈക്ക് കൊടുത്തിന്. എവിടെ വേറെ ഒന്നുമില്ല. മിന്നെ അതിന്റെ ഉള്ളിൽ ഐ സി ഫിറ്റ് ആക്കുന്ന സ്ഥലം ഉണ്ടായില്ല. ഒരുപാട് പറഞ്ഞ് ഫിറ്റ് ആക്കിയിട്ടില്ല. മിനി 2 തുറക്കുമ്പോൾ ഐ സി ഫിറ്റ് ആക്കിയിട്ട് ഇവിടെ ഒരു മൈക്ക് കൊടുത്തു. ഓക്കെ, അത്ര തന്നെ അതിന് ഇതാക്കിയിട്ടുള്ള. പിന്നെ കുറച്ച് കപ്പാസിറ്റി കൂട്ടിയിട്ട് മിനി 3 ആക്കി. മിനി 3ല് വരുമ്പോ ഫിംഗർ ടച്ച് കൊടുത്ത്. ഇവിടെ മൈക്ക് ഉണ്ട് 2ല്. ഇതിന് മൈക്കും ഇല്ല, ഫിംഗർ ടച്ചും ഇല്ല. രണ്ടാമത്തേല് വരുമ്പോ മിനി 2ല് വരുമ്പോ മൈക്കും വന്ന് ഫിംഗർ ടച്ച് വന്നിട്ടില്ല. മൂന്നാമത്തെ ഐപാഡ് മിനി 3 വരുമ്പോ അതിന് ഫിംഗർ നമ്മളെ പ്രിന്റ് ഇല്ലേ അതും കൊടുത്ത്. മൈക്ക് 2ലുണ്ട്, ഇതിലും ഉണ്ട്. അതിന്റെ മിനി 4ലേക്ക് വരുമ്പോ മൈക്കും ഉണ്ട്, ഫിംഗർ ടച്ചും ഉണ്ട്. ഇവിടത്തേക്ക് എത്തുമ്പോ LCD മാറ്റി 1, 2, 3. അപ്പൊ എന്ത് ടെക്നോളജി പറഞ്ഞെങ്കിൽ ഈ ടച്ച് സ്ക്രീൻ ആണ്. ഇതിനെ ഫെദർ ടച്ച് എന്നല്ല പറയും. എല്ലാവരും ഇങ്ങനെ അമർത്തിയിട്ട് ഇതാക്കും. അത് ടച്ച് അല്ല. ആക്ച്വലി എന്തെന്ന് പറഞ്ഞാല് നമ്മളെ ഈ കൈന്റെ ഉള്ളിൽ ഒരു കറണ്ട് ഉണ്ടാവും. നമ്മളെ ഈ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി എല്ലാം കൂടിയിട്ടുള്ളതാണ് മനുഷ്യന്റെ ശരീരം. അതാണ് ചിലപ്പോ നമ്മ കാറിന് ചില ആളെ തൊടുമ്പോ ഇങ്ങനെ കറണ്ട് എടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ അടുത്ത് പോസിറ്റീവ് എനർജി കുറെ കൂടി, നെഗറ്റീവ് കുറെ കുറഞ്ഞു. അപ്പൊ എന്താ കുറഞ്ഞെങ്കിൽ വേറെ എവിടെയെങ്കിലും കിട്ടുമ്പോ ഇത് ആ എനർജിനെ വലിച്ചെടുത്തിട്ട് ഈക്വൽ ആക്കും. അങ്ങനെ കറണ്ട് പോകുന്നത്. ആ കറണ്ടിനെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ നല്ല തൊട്ടാ മതി. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കേബിൾ ഉണ്ട്, അത് സെൻസർ ആക്കിയിട്ട് ഇതാക്കുന്നത്. അതല്ലാതെ ടച്ച് പറഞ്ഞത് ഇതിന് മുമ്പ് പണ്ട് സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോ ടച്ച് സ്ക്രീൻ ആയിരുന്നു, ഇങ്ങനെ അമർത്തലാണ്. അത് ഗ്ലാസ് ആയിരുന്നു അതിന്റെ മുകളിൽ. അപ്പൊ ഇതിന്റെ തന്നെ 4ലേക്ക് വരുമ്പോ എന്തായിരുന്നു റെറ്റിന സ്ക്രീൻ വന്ന്. ഇതിനെല്ലാത്തിനും സിം ഉള്ളതുകൊണ്ട് സിം ഇല്ലാത്തതുണ്ട് കേട്ടോ. സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോൾ എപ്പോൾ വരണമെന്നില്ല. ഇത് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയതുകൊണ്ട് പറയുന്നത്. സിം ഉള്ളതിനെ അവരൊരു അടയാളമായിട്ട് എന്താക്കി പറഞ്ഞാൽ ഒരു പട്ടി കൊടുത്ത്. ഇപ്പൊ പോറ്റുന്ന നായിക്ക് അങ്ങനെ ഒരു പട്ടി കിട്ടുന്നില്ലേ, അങ്ങനെ ഒരു എന്താക്കി പട്ടി കിട്ടി. ഇത് നീളത്തെ മോനെ. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടാലും എല്ലാം അറിയൂ. കുറേ ഉണ്ട് പറയാൻ, എല്ലാം കണ്ടോ. അപ്പൊ നിങ്ങൾ ആരും ചോദിക്കേണ്ട ആവശ്യമില്ല. റെറ്റിന ഡിസ്പ്ലേ പറഞ്ഞാൽ തോന്നുന്നു. റെട്ടിന്റെ ഡിസ്പ്ലേ ഒരു ഉള്ളിലുള്ള ഡിസ്പ്ലേയോ ഈ പുറത്തേത്തെ ടച്ചിനെയോ എന്താക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒട്ടിച്ച്. എന്തിന് ഇവിടെ ഇങ്ങനെ നമ്മൾ ഗെയിം കളിക്കുമ്പോ പട്ടപട്ടാന്ന് സൗണ്ട് വെക്കും, ഉള്ളിൽ കാറ്റുള്ളത് കൊണ്ട്. അതിന്റെ റെറ്റീനയിൽ വരുമ്പോ LCDയും ഈ മുകളിലെ ടച്ചിനെയും ഇങ്ങനെ ഒട്ടിച്ച്. അപ്പൊ നമുക്ക് ഗെയിം കളിക്കുമ്പോ PUBG എല്ലാം കളിക്കുമ്പോ, പണ്ട് ചെറിയ PUBG ആയിരുന്നു. ഇപ്പൊ മിനി 4ല് PUBG കളിക്കും. പക്ഷെ എങ്ങനെ ആടി കളിക്കും വയസ്സം ഇറങ്ങാൻ. ഇപ്പൊ 6 ആണ് ഏറ്റവും ടോപ്പ്. ഓക്കെ, പുതിയതേ ഉള്ളൂ, സെക്കൻഡ് ഹാൻഡ് വരുന്നില്ല. 5ഉം കിട്ടൽ കുറവാണ്. അപ്പൊ റെറ്റീന ഡിസ്പ്ലേയിൽ മിനി 4 ആണ് നല്ലത്, ചെറിയ പൈസക്ക് അവൈലബിളുള്ള സാധനം. ഓക്കെ, എന്തുകൊണ്ടെന്ന് ഇത് വില കുറയുന്നത്? ഇത് അമേരിക്കയില് യൂറോപ്പില് മറ്റിടത്തല്ല ഒരു കമ്പനിക്ക് ഇപ്പൊ ഒരു 1000 ആളുണ്ടെന്ന് 1000 ആൾക്ക് കൊടുത്താൽ 3 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചെടുത്തിട്ട് ആ കമ്പനി വേറെ കൊടുക്കും. അപ്പൊ അവരെയൊന്നും തിരിച്ചു വരുന്നത്. ആ സമയത്താണ് ഇതിന്റെ വില കുറയുന്നത്. അതിന്റെ മിനി 6, 5 വരാനായിട്ടില്ല. ഓക്കെ, അതിന്റെ വലിയ സ്ക്രീനില് അവർ ആദ്യം ഇറക്കിയത് ഐപാഡ് 1 ആണ്. അത് ഇല്ല, കാണിച്ചു തരാൻ എൻ്റെ അടുത്ത് ഇല്ല. അത് ഫുള്ള് ഡിസ്കണക്ട് ആയിപ്പോയി. പിന്നെ ഉള്ളത് ഐപാഡ് 2 ആണ്. ഈ ഐപാഡ് ഇതിലെല്ലാം വെർജന്റെ കണക്കുണ്ട് കേട്ടോ. വെർജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഐപാഡ് 2 ഇറക്കിയ സമയത്ത് അവരെന്താക്കി പറഞ്ഞു, ആ സമയത്ത് ഉണ്ടായത് വലിയ പിന്നാണ്. ഓക്കെ, ആ വലിയ പിന്നിൽ 2 മോഡൽ ഇറക്കിയിരുന്നു. അതായത് ഐപാഡ് 1, ഐപാഡ് 2. ഐപാഡ് 2ന് എന്താക്കി പറഞ്ഞു ഭയങ്കര ഹെവി ബോഡി കൊടുത്ത് അലുമിനിയമിന്റെ. ഇതിന്റെ ഉള്ളിൽ കയറി ഇരുന്നാലൊന്നും എന്താവില്ല, പൊളിയൂല. പക്ഷെ ഈ ഐപാഡ് 2ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറും 9 വരെ ഇതിൽ വെർജൻ ഉള്ളത് കൊണ്ട് അത്ര അതിലെന്താക്കാൻ പറ്റും, കയറ്റാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞെങ്കിൽ നമുക്ക് ഈ വെർജനെ സീറ്റ് ആക്കാം. എത്ര ആൾക്ക് കയറാൻ പറ്റും? ഓട്ടോറിക്ഷയിൽ 3 ആൾക്ക് ബാക്കിൽ കയറാം, ഡ്രൈവർ 4 ആക്കേ പറ്റൂ. അപ്പൊ ഒരു 3 ചെറിയ ഗെയിമും ഇതും കയറ്റാം. അതാണ് ഈ വെർജന്റെ കണക്ക്. അപ്പൊ ഇതും കഴിഞ്ഞ പിന്നെ ഐപാഡ് 4 ഇറക്കി. അപ്പൊ ഐപാഡ് 4 ഇറക്കുമ്പോൾ എന്താക്കി പറഞ്ഞെങ്കിൽ അവര് നോർമൽ ലൈറ്റ്നിങ് പിന്നാക്കി. ചെറിയ പിന്നിനെ ലൈറ്റ്നിങ് പിന്ന് എന്നാണ് പറയുന്നത്. ഈ ലൈറ്റ്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മിന്നടിക്കുന്നില്ലേ, ഇപ്പൊ ഇന്നലെ ഇവിടെ ഇടിയും മിന്നെല്ലാം വന്നില്ലേ. അപ്പൊ അത്രയും സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതിന് അവരതിനൊരു പേരിട്ടത് ലൈറ്റ്നിങ് എന്ന്. ഇപ്പൊ എല്ലാവരും പിന്നെ സി ടൈപ്പ് ആക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും സി ടൈപ്പിലേക്ക് തന്നെ വന്ന്. അത് വലിയ സ്റ്റോറിയാണ്, പിന്നെ ഞാൻ പറയാം. അപ്പൊ ഐപാഡ് 4ല് ഓട്ടോറിക്ഷ തന്നെ ഏത് ബാക്കിൽ 4 സീറ്റ് ഉള്ളത്, 3 അല്ല 4 സീറ്റ് ഉള്ളത്. കുറച്ചും കൂടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് ഇരിക്കാൻ പറ്റും. ഒരു 4 ഗെയിം ഇതിനെ കാട്ടി കൂടുതൽ കളിക്കാം. വെർഷൻ കൂടിയ കൊണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ എല്ലാ നിങ്ങളെ വലിയ ഫോണിന് ഉപയോഗിക്കുന്ന അതെ കേബിളിനെ ഉപയോഗിക്കാം. ആടുന്ന് പിന്നെ എന്താക്കി പറഞ്ഞെങ്കിൽ ഇപ്പൊ ഒന്ന് മിനി, ഒന്ന് ഐപാഡ്. ഓക്കെ, അതിന്റെ പിന്നെ വന്നത് എയർ വന്ന്. അതിൽ എയർ ഇറക്കി. ഓക്കെ, എയർ എന്ന് പറയുന്നത് ഗെയിമിംഗ് കളിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രൊസസർ ഇല്ല, എഞ്ചിന് കുറച്ച് സ്പീഡ് കൂട്ടി. ഇപ്പൊ ഓട്ടോറിക്ഷ തന്നെ അതിന് നമ്മളെ ആപ്പെ പോലെ പിക്കപ്പ് കുറച്ച് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിന്റെ പവർ കൂട്ടിയ പോലെ ഇഞ്ചിന്റെ പവർ കൂട്ടിയിട്ട് സെയിം ടച്ച് ഏത്
ടച്ച് സ്ക്രീനിൽ തന്നെ ആക്കി ഈ 16 GB പിന്നെ 128 GB എല്ലാം വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എയർ 2 ആക്കി. എയർ 1 ടച്ച് സ്ക്രീൻ ആണ്, ഇത് ടച്ച്, പക്ഷെ ഇത് റെറ്റീന ആക്കി. എയർ 2 വരുമ്പോ റെറ്റീന വന്ന് സെയിം പിന്നാണ്, കുറച്ച് പ്രോസസർ കൂട്ടി, കുറച്ച് സ്ഥലം നിങ്ങൾക്ക് സീറ്റ് കൂട്ടി, അങ്ങനെ അങ്ങനെ കൂട്ടി കൂട്ടി വരുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ എയർ 3 വന്നു. എയർ 3 പറയുമ്പോ അതിനെ സെയിം, അതിനെ കുറച്ച് ഇതിന്റെ അകലം വലിപ്പം കൂട്ടി, പിന്നെ ഇതിൽ ബാക്കിയെല്ലാം സെയിം ആണ്, നിങ്ങൾക്ക് കളിക്കാൻ പറ്റൂ, റെറ്റീന ഡിസ്പ്ലേ ആണ്. ഇതിങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഐപാഡ് 5 വന്നു. ഐപാഡ് 1, 2, 3, 4 പിന്നെ 5 ആണ്. 5 വരുമ്പോ ഇതിനെന്താ പറഞ്ഞാൽ ടച്ച് സ്ക്രീൻ തന്നെ കൊടുത്തു. ഈ ഐപാഡിനെല്ലാം ടച്ച് സ്ക്രീൻ ആണ്. ഈ എയറിനും പ്രോനും മാത്രമേ റെറ്റീന കൊടുത്തിട്ടുള്ളൂ. എന്തിനേയും ഇത് ഒരു ഒഫീഷ്യൽ യൂസ് ആണ്, ജനറൽ യൂസ് ആണ്. ഒഫീഷ്യൽ യൂസ് അല്ല, ജനറൽ യൂസ് ആണ്. ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോയാൽ ഇതിങ്ങനെ അടുത്തി ചാടിയിട്ട് ഇങ്ങോട്ട് ഒട്ടിച്ചൊരു ചെറിയ പൈസയേ ഉള്ളൂ. അപ്പൊ ഈ എന്ന് പറഞ്ഞെങ്കിൽ ഗെയിമിങ്ങിന്റെ പർപ്പസിന് ആണെങ്കിൽ നിങ്ങൾക്ക് എയർ പ്രോ എല്ലാം നല്ലതാണ്. അല്ലാതെ നിങ്ങൾക്ക് എല്ലാം കൂടിയിട്ട് സാധാരണ ഉപയോഗിക്കുന്ന സ്കൂൾ പിള്ളേർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഐപാഡ് എടുത്താൽ മതി. ഐപാഡ് 5, ഐപാഡ് 6 വരുമ്പോ കുറച്ച് പ്രോസസറിന് മാറ്റം കൂട്ടി, 7 വരുമ്പോ പ്രോസസറിന് കുറച്ച് ഒരു ഇത് കൂട്ടി, കുറച്ച് അകലം കൂട്ടി. ഏത് 7 വരുമ്പോ. അത് മാത്രമല്ല 7 എത്തിയിട്ടാകുമ്പോ ഇവരെന്താക്കി പറഞ്ഞു, കീബോർഡ് അറ്റാച്ച്മെന്റ് കൊടുത്തു. ഒരു കീബോർഡ് നിങ്ങൾക്ക് ഏത് മോഡൽ എടുത്താലും ആപ്പിളിന്റെ ഒരേ പിന്നാണ്, ഈ 3 പിന്നാണ്. ഈ 3 പിന്നില്ലാന്ന് എന്താന്നുള്ളത്. ഇത് 7 തുടങ്ങുന്നത്, കുറച്ച് നീളം കൂട്ടി. 8 വരുമ്പോ സെയിം, ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല, പ്രോസസറിന് മാത്രം പിന്നെ ഇത് കൂട്ടി. അത് പിന്നെ 9 വരുമ്പോ അങ്ങനെ. 10 വരുമ്പോ എന്താക്കി, അതിന്റെ അകലം കുറച്ചും കൂടി കൂട്ടി. ഇത് ഐപാഡ് ആണ്. ഇനിയിപ്പോ 10 എടുത്താലും ഐപാഡ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എടുത്താലും നിങ്ങൾക്ക് ടച്ച് സ്ക്രീനെ വരും, റെറ്റിന എന്താ വരില്ല. ഇത് ജനറൽ യൂസിന് ഉള്ളതാണ്. ഓക്കെ, നമ്മളെ സാധാരണ നമ്മളെ പോരയിലല്ലോ നമ്മളെ നാഷണൽ ഇസ്തിരിപ്പെട്ടിയുള്ള പോലെ എപ്പോഴും ഉപയോഗിക്കാനുള്ള സാധനം. അത് കഴിഞ്ഞ് പിന്നെ പ്രോ വന്നത്. പ്രോ വന്നിട്ടാകുമ്പോ പ്രോയില് 9.7, 10.2, പിന്നെ 10.5, അത് കഴിഞ്ഞ പിന്നെ 11 കഴിഞ്ഞ പിന്നെ 12.9, 13 ഇഞ്ച്. ഓക്കെ, ഇപ്പൊ ഈ 13 ഇഞ്ചിന് 1, 2 അങ്ങനെ കൂട്ടല്ല, ഇയറിന്റെ കണക്കാന്ന് കൂട്ടല്. 2017, 2018 വരുമ്പോ ഇവിടെ ഈ ഇതുണ്ടല്ലോ, ഇത് ക്യാമറ ഉള്ളിലായിരിക്കും, ഇവിടെ ഇങ്ങനെ തടിയൂല. ഇത് സെക്കൻഡിൽ വരുമ്പോ 2018, 19 വരുമ്പോ ക്യാമറ കുറച്ച് പുറത്താക്കി അതിന് എന്താക്കി ഗ്ലാസ് വെച്ച്, ഇത് ഓവൽ ടൈപ്പ് ആണ് ഇതിന്റെ സൈഡെല്ലാം. അതിന്റെ ആടുന്ന് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോ അതിനെ സ്ക്വയർ ടൈപ്പ് ആക്കി. ഓക്കെ, ഇപ്പൊ വരുന്നതെല്ലാം സ്ക്വയർ ടൈപ്പ് ആണ്, കുറച്ച് വണ്ണം കൂട്ടിയിട്ട്. അപ്പൊ ഇതിലും അതിനെ 13 ഇഞ്ച്, 11 ഇഞ്ച്. ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രോ പോകുന്ന ഇപ്പൊ ഒരു 2 മോഡൽ മാത്രമേ ഇപ്പൊ ഇറക്കുന്നുള്ളൂ, 13 ഇഞ്ചും 11 ഇഞ്ചും. മറ്റേ ഇതെല്ലാം മുമ്പുള്ളതെല്ലാം നിർത്തി. ഇപ്പൊ വരുന്ന ഏറ്റവും ലാസ്റ്റസ്റ്റ് മോഡലിന് 9,000 സംതിങ് ദിറംസ് ഉണ്ട്, 2 ടെറാബൈറ്റിന്. പിന്നെ അതിന്റെ കുറഞ്ഞുണ്ട്. ഇതെല്ലാം ഇപ്പൊ സെക്കൻഡ് ഹാൻഡ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ എന്താന്ന് പറയുമ്പോ ഇപ്പൊ ഇതിങ്ങനെ പറയാൻ കാരണം, ഞാൻ പറഞ്ഞു എവരെ പ്രോ എടുത്തോ 3000 ചില്ലറ ഉറുപ്പ്യ സെക്കൻഡ് ഹാൻഡിന് വിലയുള്ളത്, നിങ്ങൾ ഒരു 1,750 ഉറുപ്പ്യ ഇതെടുത്ത് വരുമ്പോ അവൻ പറഞ്ഞില്ല 1,500 പുതിയത് കിട്ടും. എന്ത് പുതിയത് കിട്ടും? അതായത് ഞാൻ ലാൻഡ് ക്രൂസർ സെക്കൻഡ് ഹാൻഡ് 40,000 ഉറുപ്പ്യ നിങ്ങൾക്ക് തരാൻ, നല്ല സാധനമാണ്, പൈൻ്റെല്ലാം പോയില്ലെങ്കിലും നല്ല ഉറപ്പുള്ള സാധനമാണ് എന്ന് പറയുന്നത്. നമുക്ക് കൊറോള 40,000 പുതിയത് കിട്ടുന്നില്ല. ഹലോ, ഞാൻ പറയുന്നത് ലാൻഡ് ക്രൂസറിന്റെ വിഷയം. ഇങ്ങനെ പറയുന്ന പുതിയത് കൊറോള കിട്ടുന്നത്. കൊറോളന്റെ പർപ്പസ് എന്തെന്ന്, ലാൻഡ് ക്രൂസറിന്റെ പർപ്പസ് എന്ന്, അതിനനുസരിച്ചിട്ടാണ് വില. ഇതെല്ലാം ഐപാഡ് അവർ ഉണ്ടാക്കുമ്പോൾ അതിന് കുറെ എഞ്ചിനീയർ കാര്യങ്ങളെല്ലാം ഇരുത്തിയിട്ടല്ല ആക്കുന്നത്. അപ്പൊ ഒന്നില് ചില സാധനം കൊടുക്കും, ചില സാധനം ഒന്നില് കൊടുക്കൂല. ഇപ്പൊ ഒരു സെക്കൻഡ് 1,700 ഉറുപ്പ്യ എനിക്ക് കൊടുക്കുന്നതിനിപ്പോ ഞാൻ നെറ്റിൽ നോക്കുമ്പോ 1,700 ഉറുപ്പ്യക്ക് പുതിയത് കിട്ടുന്നില്ല എന്ന് മേടിച്ചെങ്കിൽ അതായിരിക്കും, അത് ഓട്ടോറിക്ഷ ആയിരിക്കും, 4 ആൾ ഇരിക്കുന്നതായിരിക്കും. ഇത് ലാൻഡ് ക്രൂസർ ആയിരിക്കും, ഇതിന് 40 ആൾക്ക് ഇരുന്നാലും വെച്ച് കൊണ്ടുപോകും. അതിങ്ങനെ നോക്കുന്നില്ല, വെറും വില മാത്രം നോക്കുന്നു. അപ്പൊ ഇങ്ങനെ ഓരോന്നിനും ഓരോ കാര്യമാണ്. അപ്പൊ ഐപാഡ് മിനി, ഐപാഡ് 4, ഐപാഡ് എയർ, ഐപാഡ് പ്രോ. ഓക്കെ, മിനി പോക്കറ്റ് ഫ്രണ്ട്ലി, പോക്കറ്റിൽ വെക്കാനും ലേഡീസിനെല്ലാം ആയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഐപാഡ് ജനറൽ യൂസിന്. അത് കഴിഞ്ഞാൽ പിന്നെ ഐപാഡ് എയർ ഗെയിമിങ്ങിന് മാത്രമായിട്ടുള്ള, ഗെയിമിംഗ് എല്ലാത്തിനും പറ്റൂ, ഗെയിമിങ്ങിന് കൂടുതലായിട്ടുള്ള. അതിന്റെ ഐപാഡ് പ്രോ പറയുമ്പോൾ ഗെയിമിങ്ങിനും പ്രൊഫഷണലും യൂസിങ് എല്ലാം ആയി. ഓക്കെ, അപ്പൊ ഓക്കെ, ഇൻഫർമേഷന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വാട്സ്ആപ്പ് ആയിക്കോളി 05520209554. ഓക്കെ, RB ഫോളോ.